ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു QA ഫോക്കസ്. ഇന്ന് നമ്മൾ ഫിസിക്സ് എക്സാമിന് എളുപ്പം ചെയ്യാൻ പറ്റുന്ന കുറച്ച് പ്രോബ്ലംസ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. എന്നാൽ സ്ഥിരം ചോദിക്കുന്നതുമാണ്. സ്ഥിരം ചോദിക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണിത്. അതുകൊണ്ട് നിർബന്ധമായിട്ടും ഒന്ന് നോക്കിയേക്കണേ. മാർക്ക് പോകാതിരിക്കണമെങ്കിൽ, നല്ലൊരു സ്കോർ കിട്ടണമെന്നുണ്ടെങ്കിൽ പ്രോബ്ലം പാർട്ടും കൂടി ഉറപ്പായിട്ട് നോക്കണം. അപ്പോൾ ഇത് സ്ഥിരമായിട്ട് എക്സാമിന് ചോദിക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണേ. നോക്കാം. A long straight wire carries a current of 3.5 ampere. What is the magnitude of field B at a point 20 centimeter from the wire? ഇത് ഏത് സെക്ഷനിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണെന്ന് ഓർമ്മയുണ്ടോ? മൂവിങ് ചാർജസ് ആൻഡ് മാഗ്നറ്റിസം, ആ ഏരിയയിൽ നിന്ന് വരുന്ന ക്വസ്റ്റ്യൻ ആണിത് അല്ലേ. ഒരു ലോങ് സ്ട്രെയിറ്റ് വയർ, അതിനകത്തോട്ട് 3.5 ആംപിയർ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ട്. മാഗ്നിറ്റ്യൂഡ് ഓഫ് ദ ഫീൽഡ് ബി അറ്റ് എ പോയിന്റ് 20 സെൻറ്റിമീറ്റർ ഫ്രം ദി വയർ. ആ വയറിൽ നിന്ന് 20 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിൽ വരുന്ന മാഗ്നറ്റിക് ഫീൽഡ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കിക്കേ ജസ്റ്റ് അല്ലേ. ഒരു ലോങ് സ്ട്രെയിറ്റ് കണ്ടക്ടറിൽ കൂടി കറണ്ട് ഫ്ലോ ചെയ്യുന്നു. എന്നിട്ട് അതിൻ്റെ അടുത്ത് നിന്ന് ഒരു 20 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യണം. അതിന് നമ്മൾ എന്ത് ചെയ്യും? ഒരു ആംബീരിയൻ ലൂപ്പ് ഇമാജിൻ ചെയ്യും. എന്നിട്ട് മാഗ്നറ്റിക് ഫീൽഡ് ഫൈൻഡ് ഔട്ട് ചെയ്യും. ഇങ്ങനെയാണ് നമ്മൾ തിയറി പാർട്ടിനകത്ത് നമുക്ക് ചെയ്യുന്നത്. ഓക്കെ, നമുക്കിത് ജസ്റ്റ് ഒന്ന് എക്സാമിന് അതും കൂടി ഒന്ന് മെമ്മറൈസ് ചെയ്യാനായിട്ട് ഞാനിങ്ങനെ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. പ്രോബ്ലം ചെയ്യാൻ നമുക്ക് ഈ ഫിഗറിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് നേരിട്ട് ഇക്വേഷൻ എഴുതി അങ്ങ് ചെയ്തു പോകാം. എക്സാം അല്ലേ, അപ്പോൾ ജസ്റ്റ് ഒരു റീക്യാപ്പ് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടൊന്ന് പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. ഓക്കെ, എന്തോ ഇക്വേഷൻ? μ0I/2πa. ഇതിനകത്ത് ഐയുടെ വാല്യൂ നമുക്ക് ക്വസ്റ്റിന് തന്നിട്ടുണ്ട്. ഐ എന്ന് പറയുന്നത് എത്രയായിരുന്നു? 3.5 ആംപിയർ ആണ് അല്ലേ. ഐ എന്ന് പറയുന്നത് 3.5 ആംപിയർ ആണ്. അതുപോലെ ഡിസ്റ്റൻസ് എ തന്നിട്ടുണ്ട്, 20 സെൻറ്റിമീറ്റർ ആണ്. ദാറ്റ് ഈസ് 20 × 10⁻² മീറ്റർ എന്ന് വരും അല്ലേ. 20 × 10⁻² മീറ്റർ. ഈ വാല്യൂസ് ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമ്മുടെ ആൻസർ ആയി. ഇനി μ0യുടെ വാല്യൂ നമുക്ക് ഓൾറെഡി അറിയാം. 4π × 10⁻⁻7 ആണ്. ഇൻറ്റു 3.5 ആംപിയർ ആണ് കറണ്ട്, ഡിവൈഡഡ് ബൈ 2π. എ എന്ന് പറയുന്നത് 20 × 10⁻². ഇവിടെ നമുക്ക് പൈയും പൈയും ക്യാൻസലാവും അല്ലേ. 2 ക്യാൻസലാവും. ഈ 2ഉം ഇതും കൂടി ക്യാൻസലാവും. 10 കിട്ടും. ഇനി ബാക്കി നമ്മൾ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്കിനി എന്താ വരുന്നത് നോക്കിയേ. ഈക്വൽ ടു 3.5 ഇൻറ്റു, ഇവിടെ 10⁻⁻7 ഉണ്ട്. ഈ 10⁻² മുകളിലേക്ക് വരുമ്പോൾ എന്തായിട്ട് മാറും? 10⁻+2 ആയിട്ട് മാറും. ഓക്കെ, ഇനി ഇവിടെ താഴെ ഒരു 10 ഉണ്ടല്ലോ. ആ 10 മുകളിലേക്ക് വരുമ്പോൾ എന്തായിട്ട് മാറും? ഇൻറ്റു 10⁻⁻1 ആയിട്ട് മാറും. അപ്പോൾ ടോട്ടലി നമുക്കിപ്പോൾ എന്ത് കിട്ടി? ഇവിടെ 3.5 ഇൻറ്റു 10⁻⁻1ഉം -7ഉം കൂടി -8 വരും അല്ലേ. -8 + 2 എന്ത് വരും? -6 വരും. മാഗ്നറ്റിക് ഫീൽഡാണ്, യൂണിറ്റ് ടെസ്ല. കണ്ടോ, നമ്മളിത് ഫൈൻഡ് ഔട്ട് ചെയ്ത് കഴിഞ്ഞു. എത്ര സിമ്പിളായിട്ട് നമുക്ക് എത്ര പെട്ടെന്ന് നമുക്ക് ചെയ്യാം. ആ ഇക്വേഷൻ മാത്രം നമ്മൾ അറിഞ്ഞിരുന്നാൽ മതി. μ0I/2πa. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്, സ്ഥിരം ചോദിക്കുന്നതാണ്. എ ഗാൽവനോമീറ്റർ കോയിൽ ഹാസ് എ റെസിസ്റ്റൻസ് ഓഫ് 15 ohm ആൻഡ് ദ മീറ്റർ ഷോസ് ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ ഫോർ എ കറണ്ട് ഓഫ് 4 mA. ഹൗ വിൽ യു കൺവേർട്ട് ദ മീറ്റർ ഇൻറ്റു ആൻ അമ്മീറ്റർ ഓഫ് റേഞ്ച് 0 to 6 ആംപിയർ? അതായത് കൺവേർഷനാണ് നമുക്കിവിടെ ചോദിച്ചിരിക്കുന്നത്. നമ്മൾ മൂവിംഗ് കോയിൽ ഗാൽവനോമീറ്റർ ഒക്കെ കഴിഞ്ഞിട്ട് ആ ചാപ്റ്ററിൻ്റെ എൻഡിൽ വരുന്നതാണ് കൺവേർഷൻ. 2 കൺവേർഷൻ ഉണ്ട്. ഏതൊക്കെയാണ്? ഗാൽവനോമീറ്റർ ടു വോൾട്ട് മീറ്ററും ഉണ്ട്, ഗാൽവനോമീറ്റർ ടു
അമ്മീറ്ററും ഉണ്ട്. നമുക്കിവിടെ എന്താ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്? 15 ohm and deflection to convert the meter into an ammeter എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് അല്ലേ. ഇനി ഒരു ഗാൽനോമീറ്ററിനെ അമ്മീറ്ററായിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, ഇതിനെ എക്രോസ് ആയിട്ട് അല്ലെങ്കിൽ പാരലായിട്ട് വെരി ലോ വാല്യൂ റെസിസ്റ്റൻസ് കണക്ട് ചെയ്യുക എന്നുള്ളതാണ്. ലോ വാല്യൂ റെസിസ്റ്റൻസിന് വിളിക്കുന്ന ഒരു പേരുണ്ട്, ഷണ്ട് റെസിസ്റ്റൻസ് അല്ലേ. ഷണ്ട് റെസിസ്റ്റൻസ് ഇതിന് തൊട്ട് മുമ്പ് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഇത് ബേസ് ചെയ്ത് വരുന്ന ഷോർട്ട് ഡെറിവേഷൻസ് അല്ലെങ്കിൽ ഷോർട്ട് ക്വസ്റ്റ്യൻസ് ഒക്കെ അതിനകത്ത് ഇട്ടിട്ടുണ്ട്. ഒന്ന് നോക്കിയേക്കണം കേട്ടോ. എക്സാമിന് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദിക്കുന്ന ഷോർട്ട് ക്വസ്റ്റ്യൻസ് ആണ് അതിൻ്റെ അകത്ത് ഇട്ടിരിക്കുന്നത്. സാധാരണ പ്രീവിയസ് പേപ്പറിനകത്ത് ഒത്തിരി പ്രാവശ്യം റിപ്പീറ്റ് ചെയ്ത് വന്നിട്ടുള്ളത്. അത് ഓണം എക്സാമിന് മാത്രമല്ല, മോഡൽ എക്സാം എടുത്താലും പബ്ലിക് എക്സാം എടുത്താലും ക്രിസ്മസ് എക്സാം എടുത്താലും റിപ്പീറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഈ ചാപ്റ്ററിൽ നിന്ന്. ഈ ചാപ്റ്റർ മീൻസ് ഈ ഫസ്റ്റ് ടേം പോർഷനിൽ നിന്ന് റിപ്പീറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഇട്ടിരിക്കുന്നത്. നോക്കാൻ മറക്കരുതേ. ഓക്കെ, ഇനി ഇതിനകത്തോടെ ഒരു ഐ കറണ്ട് ഫ്ലോ ചെയ്യുന്നുണ്ടെന്ന് വിചാരിച്ചോളൂ. ഈ ഐ കറണ്ട് ഇവിടെ എത്തുമ്പോൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. അതായത് ഒരു പാർട്ട് ഐ ജി എന്ന് പറയുന്നത് ഇതിനകത്തോടെ ഫ്ലോ ചെയ്യും, ഒരു പാർട്ട് ഐ എസ് എന്ന് പറയുന്നത് ഈ ഷണ്ട് റെസിസ്റ്റൻസിൽ കൂടി ഫ്ലോ ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഇവിടെ പാരലായിട്ട് കണക്ട് ചെയ്ത് കഴിയുമ്പം പാരലായിട്ട് ഏത് കണക്ഷൻ വന്നാലും അതിന് എക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് എപ്പോഴും സെയിം ആയിരിക്കും. പാരൽ കണക്ഷനകത്ത് ഇതിന് എക്രോസ് ആയിട്ട് വരുന്ന വോൾട്ടേജ് എപ്പോഴും സെയിം ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ നമുക്ക് വി ജി ഈക്വൽ ടു വി എസ് എന്ന് എഴുതാം. ശരിയാണോ? ഇനി വി ജി എന്ന് പറയുന്നത് അല്ലെങ്കിൽ വോൾട്ടേജ് അക്രോസ് ദി ഗാൽനോമീറ്റർ എന്ന് പറയുന്നത് ഗാൽനോമീറ്ററിൽ കൂടിയുള്ള കറണ്ട് ഇൻറ്റു ഗാൽനോമീറ്ററിൻ്റെ റെസിസ്റ്റൻസ് ക്യാപിറ്റൽ ജി എന്ന് എടുക്കാം. ദാറ്റ് ഈക്വൽ ടു വാട്ട് ഇസ് ദ വോൾട്ടേജ് അക്രോസ് ദി ഷണ്ട് റെസിസ്റ്റൻസ്? It is the current flowing through the shunt into value of the shunt resistance. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് എസ് കിട്ടാനുള്ള ഇക്വേഷൻ എന്തായിരിക്കും? ഐ ജി ഇൻറ്റു ജി ബൈ ഐ എസ്. ഐ ജി ഇൻറ്റു ജി ബൈ ഐ എസ്. ഇനി ഇവിടെ ഒരു കാര്യം നോട്ട് ചെയ്തേ. ഐ കറണ്ടാണ് ഫ്ലോ ചെയ്ത് വരുന്നത്. അതാണ് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്ത് ഒരു പാർട്ട് ഐ ജി ഇതിലേയും ഫ്ലോ ചെയ്യും, ഒരു പാർട്ട് ഐ എസ് ഇതിലേയും ഫ്ലോ ചെയ്യും. അങ്ങനെയാണെങ്കിൽ ഐ എസ് എന്ന് പറയുന്നത് ടോട്ടൽ കറണ്ടിൽ നിന്ന് ഐ ജി കുറച്ച് കഴിഞ്ഞാൽ ബാക്കി നമുക്ക് കിട്ടുന്നതാണോ? ടോട്ടൽ കറണ്ടിൽ നിന്ന് ഐ ജി കുറച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടുമോ അതായിരിക്കും ഷണ്ടിൽ കൂടി ഫ്ലോ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷൻ നമുക്ക് ഒന്നുകൂടി റീഅറേഞ്ച് ചെയ്ത് നമുക്ക് എന്തെഴുതാം? ഐ ജി ജി മൈനസ് ഐ മൈനസ് ഐ ജി. ഇതാണ് ആരുടെ വാല്യൂ? എസ് ഫൈൻഡ് ഔട്ട് ചെയ്യാനുള്ള വാല്യൂ. നമുക്ക് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ പ്രോബ്ലം ചെയ്യാനായിട്ട് ജസ്റ്റ് ഈ ഇക്വേഷൻ മാത്രം നമുക്ക് അറിഞ്ഞിരുന്നാൽ മതി. എക്സാം ആയതുകൊണ്ട് പഠിച്ചിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് പഠിക്കാനും പഠിച്ചവർക്ക് ഒരു ചെറിയൊരു റീക്യാപ്പ് കിട്ടാനും വേണ്ടിയിട്ട് മാത്രം ഇപ്പോൾ ഇത് ചെയ്തതേ ഉള്ളൂ കേട്ടോ. ഓൾറെഡി പഠിച്ചു കഴിഞ്ഞവരാണെങ്കിൽ അതൊന്നും കൂടി തറവാകും. പഠിക്കാത്തവരാണെങ്കിൽ ഇപ്പം തന്നെ ഒരു പേപ്പറും പെന്നും എടുത്ത് ഒപ്പം തന്നെ അങ്ങ് എഴുതി പഠിച്ചോളൂ കേട്ടോ. ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ്, സ്ഥിരം ചോദിക്കുന്നതാണ്. ഓക്കെ, നമുക്കിനി പ്രോബ്ലം പാർട്ടിലേക്ക് വരാം. പ്രോബ്ലത്തിൽ നമുക്ക് എന്തൊക്കെ തന്നിട്ടുണ്ട്? ക്വസ്റ്റിനകത്ത് ഗാൽനോമീറ്ററിൻ്റെ റെസിസ്റ്റൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ജി ഈക്വൽ ടു 15 എന്ന് തന്നിട്ടുണ്ട്. ദെൻ വേറെ എന്താ തന്നിരിക്കുന്നത്? ഷോസ് എ ഫുൾ സ്കെയിൽ ഡിഫ്ലക്ഷൻ ഓഫ് കറണ്ട് ഓഫ് 4 മില്ലി ആംപിയർ തന്നിട്ടുണ്ട്. അതായത് ഇതിൽ കൂടി ഫ്ലോ ചെയ്യുന്ന കറണ്ട് എത്രയാണെന്നുള്ളത് നമുക്ക് ക്വസ്റ്റിനിൽ തന്നിട്ടുണ്ട് അല്ലേ. ഐ ജി equal to 4 milliampere, that is 4 into 10 raised to minus 3 ampere. ഇനി നമുക്കിവിടെ ഗാൽനോമീറ്ററിനെ അമ്മീറ്ററായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് എത്ര റേഞ്ചിലാണ് നമുക്ക് കൺവേർട്ട് ചെയ്യാനുള്ളത്? 0 to 6 ആംപിയർ. അപ്പോൾ 6 ആംപിയർ കറണ്ട് അതിൽ കൂടി ഫ്ലോ ചെയ്യണം അല്ലേ. അപ്പോൾ ടോട്ടൽ കറണ്ട് എന്തായിട്ട് മാറണം? 6 ആംപിയർ ആയിട്ട് നമുക്കിവിടെ കിട്ടണം. അതായത് ഈ ഒരു പാർട്ട് ഫുള്ളായിട്ടാണ് എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്? അമ്മീറ്ററായിട്ട് ആക്ട് ചെയ്യുന്നത്. ഈ ഗാൽനോമീറ്ററും അതിന് പാരലായിട്ട് വരുന്ന ഷണ്ടും കൂടി ചേർന്നിട്ടാണ് എന്തായിട്ട് ആക്ട് ചെയ്യുന്നത്? അമ്മീറ്ററായിട്ട് ആക്ട് ചെയ്യുന്നത്. അങ്ങനെയെങ്കിൽ ഇതിനകത്തേക്ക് എത്ര കറണ്ട് എൻട്രി ചെയ്യണം?
6 ആംബിയർ കറണ്ട് എൻട്രി ചെയ്യണം. അങ്ങനെയാണെങ്കിൽ I ഈക്വൽ ടു നമുക്ക് എന്തെന്ന് എടുക്കാം? I ഈക്വൽ ടു 6 ആംബിയർ എന്ന് എടുക്കാം. ഓക്കെ, അങ്ങനെയാണ് നമുക്ക് ഷണ്ട് ഫൈൻഡ് ഔട്ട് ചെയ്യാമല്ലോ. S ഈക്വൽ ടു IG എത്രയായിരുന്നു? 4 × 10⁻³ ആണ് IG യുടെ വാല്യൂ. ഇൻറ്റു G 15 ഓം ആണ്, ഡിവൈഡഡ് ബൈ I മൈനസ് IG. I എത്രയായിരുന്നു? 6 മൈനസ് IG യുടെ വാല്യൂ 4 മില്ലി ആംബിയർ. 4 മില്ലി ആംബിയർ എന്ന് പറയുമ്പം 0.004 ആംബിയർ. 0.004 ആംബിയർ. ഓക്കെ, ഇനി ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 10 മില്ലി ഓം ആണ്. 10 മില്ലി ഓം ആയിരിക്കും. അതായത് 10 × 10⁻³ ഓം എന്നാണ് കിട്ടുന്നത്. 10 × 10⁻³ ഓം എന്ന് പറയുന്നത് 10 മില്ലി ഓം ആണ്. ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്കറിയാം 5.996 വരും അല്ലേ? 0.004 കുറയ്ക്കുമ്പോഴത്തേക്കും 5.996 വരും. എന്നിട്ട് ഇതിനെ ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 10 × 10⁻³ ദാറ്റ് മീൻസ് 10 മില്ലി ആംബിയർ. ക്ലിയർ ആയോ? ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. Storage battery of a car has an EMF of 12 volt. If the internal resistance of the battery is 0.4 ohm, what is the maximum current that can be drawn from the battery? ഇത് എവിടുന്നാ വരുന്നേ? കറണ്ട് ഇലക്ട്രിസിറ്റിക്കകത്ത് വരുന്നല്ലേ? EMFും ഇന്റേണൽ റെസിസ്റ്റൻസും ഒക്കെ വരുന്ന പാർട്ടിയിൽ നിന്ന് വരുന്നതാണ്. നമുക്കൊരു ജസ്റ്റ് ഒരു പെട്ടെന്ന് നമുക്ക് അതിൻ്റെ ഒരു റിവ്യൂ നമുക്ക് എടുത്ത് നോക്കാം. അതായത് ഒരു ബാറ്ററി കണക്ട് ചെയ്തിട്ടുണ്ട്, അക്രോസ് ആയിട്ട് ഒരു റെസിസ്റ്റർ ഉണ്ട്, ബാറ്ററിയുടെ EMF E ആണ്, അതിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് R ആണ്. 6 ഓമായിട്ടാണ് ഇത് കണക്ട് ചെയ്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ EMF എന്ന് പറയുന്നത് IR + I ക്യാപിറ്റൽ R ആയിരിക്കും അല്ലേ? IR + I ക്യാപിറ്റൽ R ആയിരിക്കും. ഇവിടെ നമുക്ക് ദാറ്റ് ഈക്വൽ ടു I × R + R എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ കറണ്ട് I ഈക്വൽ ടു E/R + R ആണോ? E/R + R ആണ്. ഇനി ഇവിടെ നമുക്ക് കറണ്ട് മാക്സിമം ആകണമെന്നുണ്ടെങ്കിൽ, I മാക്സിമം ആകണമെന്നുണ്ടെങ്കിൽ ഇതിനകത്ത് ഈ R0 ആയിരിക്കണം അല്ലേ? R0 ആയിരിക്കണം. അതായത് I മാക്സിമം ഈക്വൽ ടു E/r ആയിരിക്കണം. E/r ആണ് നമുക്ക് മാക്സിമം കറണ്ട് കിട്ടാനുള്ള കണ്ടീഷൻ. നോക്കി, ഇതിനകത്ത് ടോട്ടൽ EMF എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഡ്രോപ്പ് ഇൻ ദി സെൽ ഡ്യൂ ടു ഇന്റേണൽ റെസിസ്റ്റൻസ് പ്ലസ് പൊട്ടൻഷ്യൽ ഡ്രോപ്പ് അക്രോസ് ദി എക്സ്റ്റേണൽ റെസിസ്റ്റൻസ്, പുറത്ത് കണക്ട് ചെയ്തിരിക്കുന്ന റെസിസ്റ്റൻസ് കാരണം വരുന്നത്. ദറ്റ് ഈസ് IR + I × R. I കോമൺ ആയിട്ട് നമുക്ക് എടുക്കാം. അങ്ങനെയെങ്കിൽ I ഈക്വൽ ടു E/R + R ആണ്. ഇനി കറണ്ട് മാക്സിമം ആകണമെന്നുണ്ടെങ്കിൽ ഇവിടെ ആര് 0 ആയിരിക്കണം? ക്യാപിറ്റൽ R 0 ആയിരിക്കണം. എന്ന് വെച്ചാൽ E/r ആണ് മാക്സിമം കറണ്ട് കിട്ടാനുള്ള ഇക്വേഷൻ. ഇത്രയും മതി നമുക്ക് പ്രോബ്ലം ചെയ്യാം. പ്രോബ്ലത്തിനകത്ത് ചോദിച്ചിരിക്കുന്നത് I മാക്സിമം ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ്. I മാക്സിമം എന്ന് പറയുന്നത് E/r ആണ്. ദാറ്റ് ഈക്വൽ ടു, ക്വസ്റ്റിനെ നമുക്ക് തന്നിട്ടുണ്ട് E എന്ന് പറയുന്നത് 12 വോൾട്ട് ആണെന്ന്, ബൈ ഇതിൻ്റെ ഇൻറ്റേർണൽ റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട് 0.4 ഓം അല്ലേ? അതായത് 12/0.4 എന്ന് പറയുന്നത് 4/10 ആണോ? ദാറ്റ് ഈക്വൽ ടു 12 × 10/4 എന്ന് വരും. ഈക്വൽ ടു ക്യാൻസൽ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 3 × 10 അല്ലേ? 30 ആംബിയർ. കറണ്ട് എത്രയായിരിക്കും? 30 ആംബിയർ. ഓക്കെ, സിമ്പിൾ പ്രോബ്ലംസ് അല്ലേ? സിമ്പിളാണ്, പക്ഷേ ഒട്ടുമുക്കാലൊക്കെ തിരിച്ചു മറിച്ചുമൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടേക്കൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. പഠിച്ചിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ആ മാർക്ക് സേഫായിട്ട് നമ്മുടെ കയ്യിൽ കിട്ടും. ഓക്കെ, നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് എൻ്റർ ചെയ്യാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്,
A galvanometer coil has a resistance of 12 ohm and the meter shows full scale deflection for current of 3 milliampere. How will you convert the galvanometer into voltmeter of range 0 to 18 volt? എന്തെങ്കിലും പരിചയം തോന്നുന്നുണ്ടോ? തൊട്ട് മുമ്പ് നമ്മൾ ചെയ്ത ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. അവിടെ നമ്മൾ എന്തായിട്ടാണ് കൺവേർട്ട് ചെയ്തത്? അമ്മീറ്റർ ആയിട്ടാണ്. പക്ഷെ ഇവിടെ നമ്മുടെ എന്താ ചോദിച്ചിരിക്കുന്നത്? വോൾട്ട് മീറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യാനാണ് നമ്മുടെ ഇവിടെ ചോദിച്ചിരിക്കുന്നത്. ഇനി ഒരു ഗാൽവനോമീറ്ററിനെ വോൾട്ട് മീറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ സീരീസിൽ ഇതിനോടൊപ്പം ഒരു റെസിസ്റ്റൻസ് കണക്ട് ചെയ്യണം. ഈ റെസിസ്റ്റൻസിനൊരു പ്രത്യേകതയുണ്ട്. ഹൈ റെസിസ്റ്റൻസ് ആയിരിക്കണം, ഹൈ വാല്യൂ റെസിസ്റ്റൻസ് ആയിരിക്കണം നമ്മൾ ഇതിൻ്റെ കൂടെ സീരീസിൽ കണക്ട് ചെയ്യുന്നത്. ഇനി ഇവിടെ നമ്മൾ ഐ കറണ്ടാണ് ഇതിനകത്തേക്ക് എൻ്റർ ചെയ്യുന്നത്. സീരീസിൽ കണക്ട് ചെയ്യുമ്പോഴത്തേക്കും ടോട്ടൽ വോൾട്ടേജ് എന്ന് പറയുന്നത് ഗാൽവനോമീറ്ററിന് അക്രോസ് ആയിട്ട് വരുന്ന വോൾട്ടേജും റെസിസ്റ്ററിന് അക്രോസ് ആയിട്ട് വരുന്ന വോൾട്ടേജും ആഡ് ചെയ്യുന്നതിന് ഈക്വൽ ആയിരിക്കും. സീരീസിലാകുമ്പം രണ്ടിന് അക്രോസ് ആയിട്ട് വരുന്ന വോൾട്ടേജ് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇവിടുത്തെ ടോട്ടൽ വോൾട്ടേജ് കിട്ടുന്നത്. രണ്ടും കൂടി കൂട്ടുമ്പോഴാണ് നമുക്ക് ഇവിടുത്തെ ടോട്ടൽ വോൾട്ടേജ് കിട്ടുന്നത്. ദാറ്റ് ഈക്വൽ ടു വി ജി എന്ന് പറയുന്നത് ഐ ഇൻറ്റു ജി ആണ്, പ്ലസ് വി ആർ എന്ന് പറയുന്നത് ഐ ഇൻറ്റു ആർ ആണ്. ഇവിടെ നമ്മൾ ഐ കോമൺ ആയിട്ട് എടുക്കും. ബാക്കി നമുക്ക് എന്ത് കിട്ടും? ജി പ്ലസ് ആർ എന്ന് കിട്ടും. ശരിയാണോ? അങ്ങനെയാണെങ്കിൽ ജി പ്ലസ് ആർ ഈക്വൽ ടു വി ബൈ ഐ എന്ന് എഴുതാവോ? എഴുതാം. അങ്ങനെയെങ്കിൽ ആർ ഈക്വൽ ടു എന്തെന്ന് കിട്ടും? വി ബൈ ഐ മൈനസ് ജി. വി ബൈ ഐ മൈനസ് ജി. ഈ ഇക്വേഷനാണ് എന്ത് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് വേണ്ടത്? ഒരു ഗാൽവനോമീറ്ററിനെ വോൾട്ട് മീറ്റർ ആയിട്ട് കൺവേർട്ട് ചെയ്യാനായിട്ട് സീരീസിൽ കണക്ട് ചെയ്യേണ്ട ഹൈ റെസിസ്റ്റൻസിൻ്റെ വാല്യൂ ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് നമുക്ക് വേണ്ടുന്ന ഇക്വേഷനാണ് ഇത്. ആർ ഈക്വൽ ടു വി ബൈ ഐ മൈനസ് ജി. ക്വസ്റ്റനിലെല്ലാം നമുക്ക് തന്നിട്ടുണ്ട്. എന്താ ക്വസ്റ്റന് പറഞ്ഞിരിക്കുന്നത്? വോൾട്ട് മീറ്റർ ഓഫ് റേഞ്ച് 18 വോൾട്ടും തന്നിട്ടുണ്ട് അല്ലേ? നമുക്ക് 18 എഴുതാം. ബൈ കറണ്ട് നമുക്ക് ക്വസ്റ്റനിൽ 3 മില്ലി ആംപിയറും തന്നിട്ടുണ്ട്. 3 മില്ലി ആംപിയർ മീൻസ് 3 ഇൻറ്റു 10⁻³ ആംപിയർ. അല്ലെങ്കിൽ എന്തെഴുതാം? 0.003 ആംപിയർ മൈനസ്. ഇനി ജി ഗാൽവനോമീറ്റർ. ഗാൽവനോമീറ്ററിൻ്റെ എ ഗാൽവനോമീറ്റർ കോയിൽ ഹാസ് എ റെസിസ്റ്റൻസ് ഓഫ് 12 ഓം അല്ലേ? അപ്പോൾ ജി എന്ന് പറയുന്നത് ഗാൽവനോമീറ്ററിൻ്റെ റെസിസ്റ്റൻസ് ആണ്. അതിൻ്റെ വാല്യൂ നമുക്ക് തന്നിട്ടുണ്ട് 12 ഓം ആണെന്ന്. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് ഇത് കിട്ടുന്നത് 6000 ആണ്. -12 എന്ന് വരും. ദാറ്റ് ഈക്വൽ ടു 5988 ഓം. 5988 ഓം എന്ന് പറയുമ്പോൾ ഹൈ വാല്യൂ അല്ലേ? ഈ ഹൈ വാല്യൂ റെസിസ്റ്റൻസ് ആണ് നമുക്കിവിടെ സീരീസിൽ കണക്ട് ചെയ്യേണ്ടത്. അത് നോട്ട് ചെയ്തോണം. അമ്മീറ്ററായിട്ട് കൺവേർട്ട് ചെയ്യാനാണെങ്കിൽ ഷൻ റെസിസ്റ്റൻസ്, ലോ വാല്യൂ റെസിസ്റ്റൻസ് പാരലായിട്ട് കണക്ട് ചെയ്യുക. ഇനി തിരിച്ച് വോൾട്ട് മീറ്ററായിട്ട് കൺവേർട്ട് ചെയ്യാനാണെങ്കിൽ ഹൈ റെസിസ്റ്റൻസ് സീരീസിൽ കണക്ട് ചെയ്യുക. ഇമ്പോർട്ടൻ്റ് ആണ്. തിയറി പാർട്ടിലോ പ്രോബ്ലം പാർട്ടിലോ ഇതിൻ്റെ അകത്തുനിന്ന് ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ഉറപ്പായിട്ട് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റും. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. പാരൽ പ്ലേറ്റ് കപ്പാസിറ്റർ ആണ്. കപ്പാസിറ്ററിൻ്റെ ക്വസ്റ്റ്യൻ ആണ്. എ പാരൽ പ്ലേറ്റ് കപ്പാസിറ്റർ വിത്ത് എയർ. വിത്ത് എയർ എന്ന് വന്നു കഴിഞ്ഞാൽ തന്നെ നമ്മളോട് എന്ത് ഓർത്തോണം? ε0 ആണ് എടുക്കേണ്ടത്. ബിറ്റ്വീൻ ദി പ്ലേറ്റ്സ് ഈച്ച് പ്ലേറ്റ് ഹാസ് ആൻ ഏരിയ ഓഫ് 6 × 10 എ തന്നിട്ടുണ്ട്. ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ പ്ലേറ്റ് ദാറ്റ് മീൻസ് ഡി തന്നിട്ടുണ്ട്. ഫസ്റ്റ് നമുക്ക് എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്? കാൽക്കുലേറ്റ് ദ കപ്പാസിറ്റൻസ് ഓഫ് ദി കപ്പാസിറ്റർ. എളുപ്പമാണ് അല്ലേ? ഒന്നും ചെയ്യാനില്ല. ഇക്വേഷൻ എഴുതുക, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അത്രയേ ഉള്ളൂ. എ ഈക്വൽ ടു ഫസ്റ്റ് ക്വസ്റ്റൻ അല്ലേ? എ ദറ്റ് ഈസ് സി ഈക്വൽ ടു ε0 എ ബൈ ഡി ആണ് നമ്മുടെ ഇക്വേഷൻ. ε0 എ എന്ന് പറയുമ്പോഴത്തേക്ക് ε0യുടെ വാല്യൂ നമുക്കറിയാം 8.85 × 10⁻⁻12 ആണ്. ഇൻറ്റു
ഏരിയ ക്വസ്റ്റിന് തന്നിട്ടുണ്ട് 6 × 10⁻³ ആണ്. ബൈ ഡിസ്റ്റൻസ് 3 millimeter, ദാറ്റ് മീൻസ് 0.003, അല്ലെങ്കിൽ എന്തെഴുതാം, 3 × 10⁻³ എഴുതാം. ഓക്കെ, ഇത് സിംപ്ലിഫൈ ചെയ്ത് വരുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 17.7 × 10⁻12. കപ്പാസിറ്ററിൻ്റെ യൂണിറ്റ് എന്തായിരുന്നു ഒന്ന് ഓർത്തേ പെട്ടെന്ന്, ഫാരഡ്. 10⁻12 യൂണിറ്റിന് നമ്മൾ എന്താ പറയുന്നത്, പൈക്കോ ഫാരഡ്. കണ്ടോ, ആൻസറായി പൈക്കോ ഫാരഡ്. കഴിഞ്ഞില്ല, ഈ ക്വസ്റ്റിന് ഒരു സെക്കൻഡ് പാർട്ടും കൂടി ഉണ്ട്. അവിടെ എന്താ നമ്മുടെ അടുത്ത് ചോദിച്ചിരിക്കുന്നത്, ക്വസ്റ്റ്യൻ വായിച്ചു നോക്കണേ. If the capacitor is connected to a 100-volt supply, what is the charge on each plate of the capacitor? ചാർജ് ഫൈൻഡ് ഔട്ട് ചെയ്യാനാണ് നമുക്കിവിടെ ചോദിച്ചിരിക്കുന്നത്. സിമ്പിൾ ഇക്വേഷൻ. ചാർജ് കാണാനുള്ള ഇക്വേഷൻ എന്തായിരുന്നു, പെട്ടെന്ന് ഓർക്ക്, എക്സാമിൻ്റെ തലേന്നാണ്, ഒട്ടും ടൈം എടുക്കരുത്, പെട്ടെന്ന് ഓർത്തോണം. സി ആരായിരുന്നു, നമുക്കിപ്പോൾ കിട്ടിയ വാല്യൂ ആണ് അല്ലേ, 17.7 × 10⁻12 ആണ്. ഇൻറ്റു വി ക്വസ്റ്റിന് പറഞ്ഞിട്ടുണ്ട് എത്ര വോൾട്ട് സപ്ലൈ എന്നാണ് പറഞ്ഞിരിക്കുന്നത്, 100 വോൾട്ട് സപ്ലൈ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. ദാറ്റ് ഈസ് 17.7 × 10⁻12 ഇൻറ്റു 100 എന്ന് പറയുന്നത് 10⁻2 ആണ്. -12ഉം 2ഉം കൂടി സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും, -12 + 2 എന്ന് പറയുന്നത് -10 ആണ് അല്ലേ. ദാറ്റ് ഈസ് 17.7 × 10⁻10 ചാർജാണ്. ചാർജിൻ്റെ യൂണിറ്റ് കൂളം. കണ്ടോ, 17.7 × 10⁻10 കൂളം. കഴിഞ്ഞു, ആ ക്വസ്റ്റ്യനും കംപ്ലീറ്റ് ആയി. ഇതൊക്കെ സിമ്പിളാണ് കേട്ടോ. നമ്മൾ ക്വസ്റ്റ്യൻ കാണുമ്പോൾ നമ്മൾ പേടിച്ചിട്ട് ചിലപ്പം വായിക്കത്തില്ല. നമ്മൾ വിചാരിക്കും അയ്യോ ഇതൊന്നും ചെയ്യാൻ പറ്റത്തില്ലായിരിക്കും, അല്ലെങ്കിൽ ഇതിലേക്ക് എൻ്റർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടൈം മുഴുവൻ വെറുതെ പോകും, ഉള്ള മാർക്കും പോകും എന്ന് വിചാരിച്ച് നമ്മൾ തൊടത്തില്ല. നമ്മുടെ മാർക്ക് വെറുതെ പോകും. നമുക്ക് പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റുന്ന പ്രോബ്ലംസ് തന്നെ ഇതൊക്കെ. നമ്മുടെ ടെൻഷൻ കാരണം അല്ലെങ്കിൽ പേടി കാരണം ഈ ക്വസ്റ്റ്യൻസ് ഒന്നും നമ്മളങ്ങ് അറ്റൻഡ് ചെയ്യാതെ വിട്ട് കളയുന്നതാണ്. അടുത്തത് ഏത് ചാപ്റ്ററിൽ നിന്നാണ്, ഇലക്ട്രിക് ഡൈപോൾ, ടോർക്ക് ആക്ടിങ് ഓൺ ആൻ ഇലക്ട്രിക് ഡൈപോൾ. എവിടെയാ, ഫസ്റ്റ് ചാപ്റ്റർ അല്ലേ, ഇലക്ട്രിക് ചാർജസ് ആൻഡ് ഫീൽഡ്. ക്വസ്റ്റ്യൻ കാണുമ്പം ചാപ്റ്റർ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് തന്നെ നമ്മുടെ 80% സക്സസ് ആണ്. 80% നമ്മൾ ആയിക്കഴിഞ്ഞു നമ്മുടെ സബ്ജക്റ്റിൽ. ഓക്കെ, ആൻഡ് ഇലക്ട്രിക് ഡൈപോൾ വിത്ത് ഡൈപോൾ മൊമെൻറ്റ് 4 × 10⁻9 കൂളം മീറ്റർ ഈസ് aligned at 30 degree with the direction of a uniform electric field. മാഗ്നിറ്റ്യൂഡ് ഒക്കെ തന്നിട്ടുണ്ട്. എന്താ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, ടോർക്ക് ആക്ടിങ് അല്ലേ. ടോർക്ക് ആക്ടിങ് ഓർക്കുന്നുണ്ടോ, ഇങ്ങനെയൊക്കെ പഠിച്ചത് നമ്മൾ. ഇലക്ട്രിക് ഫീൽഡ് എടുത്തിട്ട് അതിനകത്തൊരു ഡൈപോൾ ഇങ്ങനെ വെച്ചു അല്ലേ, എന്നിട്ട് ഇങ്ങനെയൊക്കെ എടുത്ത് നമ്മളത് സിംപ്ലിഫൈ ചെയ്ത് വന്നതൊക്കെ ഓർമ്മയുണ്ടോ. പ്ലസ് ചാർജും മൈനസ് ചാർജുമാണ്. ഡൈപോൾ ലെന്ത് 2a ആണ് അല്ലേ. ടോർക്കാണുള്ള ഇക്വേഷൻ എന്തായിരുന്നു, ടോർക്ക് ടോ = PE sin θ. ഇതും ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്. പഠിച്ചിട്ടില്ലെങ്കിൽ ഇപ്പം തന്നെ പഠിച്ചോണം കേട്ടോ, ഒത്തിരി ഇമ്പോർട്ടൻ്റ് ആണ്. ടോർക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് ടോർക്ക് = P നമുക്ക് ക്വസ്റ്റിന് തന്നിട്ടുണ്ട് അല്ലേ. ഡൈപോൾ മൊമെൻറ്റ് 4 × 10⁻9 നമുക്ക് ക്വസ്റ്റിന് തന്നിട്ടുണ്ട്. നമുക്ക് തന്നിട്ടുണ്ട്. എത്രയായിരുന്നു, യൂണിഫോം ഇലക്ട്രിക് ഫീൽഡ് ഓഫ് മാഗ്നിറ്റ്യൂഡ് 5 × 10⁻4 നമുക്ക് ക്വസ്റ്റിന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതേ ഇൻറ്റു 5 × 10⁻4. ഇനി സൈൻ തീറ്റയോ, sin 30 ക്വസ്റ്റിന് തന്നിട്ടുണ്ട്. ഇതെല്ലാം കൂടി സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ആൻസറായി. 4 × 5 എന്ത് വരും, വേണ്ട നമുക്കെല്ലാം എഴുതി അങ്ങ് ചെയ്തേക്കാം. -9 ×
5 × 10⁴ ഇൻറ്റു sin 30 എന്ന് പറയുമ്പോൾ 1/2 വരും. 2ഉം 4ഉം കൂടി കട്ടാവും, 2 കിട്ടും. ഇവിടെ പിന്നെ ഒരു 10 വരും അല്ലേ. 10⁻⁻9 ഇൻറ്റു 10 × 10⁴ എന്ന് വരും. 10 മീൻസ് 10⁻1 ആണ്. അപ്പോൾ 1 + 4 5 ആണ്. 5 + -9 എന്ന് പറയുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 10⁻⁻4 കിട്ടും. നമുക്കിവിടെ കിട്ടുന്ന ആൻസർ 10⁻⁻4 ആണ്. ഇനി ടോർക്കാണ് അല്ലേ. ടോർക്കിൻ്റെ യൂണിറ്റ് എന്തായിരുന്നു? ന്യൂട്ടൺ മീറ്റർ. ടോർക്കിൻ്റെ യൂണിറ്റ് ന്യൂട്ടൺ മീറ്റർ. കഴിഞ്ഞാൽ കണ്ടോ എത്ര സിമ്പിളാണ്, നമുക്ക് പെട്ടെന്ന് ചെയ്ത് തീർക്കാവുന്നതേ ഉള്ളൂ. ആകെ ഇക്വേഷൻ മാത്രം നമ്മളൊന്ന് അറിഞ്ഞിരിക്കണം, ബാക്കിയെല്ലാം നമുക്ക് ഡയറക്റ്റായിട്ട് തന്നിട്ടുണ്ട്. ഇനി എന്തിൻ്റെങ്കിലും യൂണിറ്റ് കൺവേർട്ട് ചെയ്യാനുണ്ടോ? അതുമില്ല. സെൻറ്റിമീറ്ററോ മില്ലിമീറ്ററോ പൈക്കോഫാരഡോ ഒന്നും നമുക്ക് തന്നിട്ടില്ല, മൈക്രോ കൂളമ്പോ ഒന്നും തന്നിട്ടില്ല. എല്ലാം നമുക്ക് നേരിട്ട് തന്നിരിക്കുന്ന വാല്യൂസ് മാത്രമേ ഉള്ളൂ. ആകെപ്പാടെ sin 30യുടെ വാല്യൂ നമുക്ക് സൈൻ എത്രയാണോ തരുന്നത് അതിൻ്റെ വാല്യൂ നമ്മൾ അറിഞ്ഞിരിക്കണം. ഈ ക്വസ്റ്റിന് 30 ആണെന്നേ ഉള്ളൂ, എല്ലാ ക്വസ്റ്റിനകത്തും 30 തന്നെ വരണമെന്നില്ല. ഏതാണോ തരുന്നത് അതിൻ്റെ വാല്യൂ നമ്മൾ അറിഞ്ഞിരിക്കണം, അത്രേ ഉള്ളൂ. ബാക്കി നമ്മൾ നേരിട്ട് അങ്ങ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക, വേറെ ഒന്നും നമുക്കിവിടെ ചെയ്യാനില്ല. 10⁻⁻4 ന്യൂട്ടൺ മീറ്റർ. യൂണിറ്റ് എഴുതാൻ മറന്നു പോരുത് കേട്ടോ. ഫിസിക്സിനകത്ത് യൂണിറ്റ് എഴുതിയില്ലെങ്കിൽ ഉറപ്പായിട്ടും അതിൻ്റെ 1/2 മാർക്ക് നമുക്ക് കയ്യിൽ നിന്ന് പോയിരിക്കും. അടുത്ത ക്വസ്റ്റ്യനോ കോമ്പിനേഷൻ ഓഫ് കപ്പാസിറ്റേഴ്സ് ആണ്. ഒബ്റ്റെയിൻ ദ ഇക്വലന്റ് കപ്പാസിറ്റൻസ് ഓഫ് ദി ഗിവൺ നെറ്റ്വർക്ക്. തന്നിരിക്കുന്ന നെറ്റ്വർക്കിൻ്റെ ഇക്വലന്റ് കപ്പാസിറ്റൻസ് കണ്ടുപിടിക്കാനാണ് ചോദിച്ചിരിക്കുന്നത്. ഈ സർക്യൂട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിക്കേ. ഇതിനകത്ത് ഓക്കെ, ഇവിടെ തന്നെ വരച്ചേക്കാം. ഒരെണ്ണം ഉണ്ട്, 2 എണ്ണം പാരലായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ താഴത്തേക്ക് വരുമ്പം ഒരെണ്ണവും ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. ഇത് പ്ലസ്, ഇത് മൈനസ്. ഈ പ്ലസ്സിൽ നിന്ന് ഫ്ലോ ചെയ്ത് വരുന്ന ചാർജ് ഇവിടെ വന്ന് 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. ഒരു പാർട്ട് ഇതിലേ ഇങ്ങോട്ട് വരും, ഒരു പാർട്ട് ഇതിലേ വരും. രണ്ടും കൂടി കമ്പൈൻ ചെയ്ത് നേരെ താഴേക്ക് വന്നിട്ട് ഇതിലേ വന്ന് തിരിച്ച് നെഗറ്റീവിലേക്ക് എത്തും. അങ്ങനെയാണ് സർക്യൂട്ട് കംപ്ലീറ്റ് ആകുന്നത്. ക്ലിയർ ആയോ? ഇവിടുന്ന് വന്നിട്ട് 2ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് പോകും. എന്ന് വെച്ചാൽ ഇത് രണ്ടും ഇതുമായിട്ട് പാരലാണ്. ഇത് രണ്ടിനകത്ത് സെയിം കറണ്ടാണ് ഫ്ലോ ചെയ്യുന്നത്. നോക്കി, ഇവിടുന്ന് വരുന്ന അതേ കറണ്ട് തന്നെയാണ് ഇതിനകത്ത് രണ്ടിനകത്ത് ഫ്ലോ ചെയ്യുന്നത്. പക്ഷെ ഇങ്ങോട്ട് വരുന്ന കറണ്ട് ഇവിടുന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് കയറി വരുന്ന കറണ്ടാണ്. ഇത് രണ്ടും ഇതുമായിട്ട് പാരലലാണ്. നമുക്കിവിടെ ഇതിന് C1 കൊടുക്കാം, ഇതിന് C2 കൊടുക്കാം, ഇതിനൊരു C3 കൊടുക്കാം, ഇതിനൊരു C4ഉം കൊടുക്കാം. ഇത് രണ്ടും സീരീസ്, അത് ഇതുമായിട്ട് പാരലൽ. ഇതിൻ്റെ അകത്ത് ഈ 3 എണ്ണത്തിൽ നിന്നും കൂടി ഫ്ലോ ചെയ്ത് വരുന്ന മൊത്തം കറണ്ടും ഈ കപ്പാസിറ്ററിലേക്കാണ് ഫ്ലോ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കിതിനെ ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്തൊന്ന് വരയ്ക്കാമല്ലോ. ഇത് പ്ലസും ഇത് മൈനസും. ഓക്കെ, ഇനി ജസ്റ്റ് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കിക്കേ. ഈ പ്ലസ്സിൽ നിന്ന് വരുന്ന കറണ്ട് ഇതിലേ ഫ്ലോ ചെയ്തു, ഇവിടെ എത്തിയിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഒരു പാർട്ട് ഇതിലേ ഫ്ലോ ചെയ്യും, ഒരു പാർട്ട് നേരെ താഴേക്ക് പോരും. ഇതാരായിരുന്നു? C3 ആയിരുന്നു. ഇത് C1 ആണ്, ഇത് C2 ആണ്. C1 C2 കൂടി വരുന്ന കറണ്ട് ഇതിലേ തിരിച്ചു വരും, ഇതിലേ വരുന്ന കറണ്ട് ഇവിടെ എത്തും. രണ്ടും കൂടി കമ്പൈൻ ചെയ്തിട്ട് ആരിലേക്ക് ഫ്ലോ ചെയ്യും? C4ലേക്ക് ഫ്ലോ ചെയ്യും. എന്നിട്ട് ഇത് തിരിച്ചു വന്ന് നെഗറ്റീവിലേക്ക് വരും. എന്ന് വെച്ചാൽ സർക്യൂട്ട് കംപ്ലീറ്റ് ആവും. ഇനി നമുക്ക് 1 by 1 ആയിട്ട് നമുക്ക് സോൾവ് ചെയ്യാം. ആദ്യം നമുക്കിതിനകത്ത് C1ഉം C2ഉം സീരീസിലാണെന്ന് പറഞ്ഞു അല്ലേ.
C1 C2 സീരീസിലാണെങ്കിൽ C1 C2ൻ്റെ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് 1/C ഈക്വൽ ടു 1/C1 പ്ലസ് 1/C2 ആണ്. ദാറ്റ് ഈക്വൽ ടു C1 C2ൻ്റെ വാല്യൂ ക്വസ്റ്റിന് തന്നിട്ടുണ്ട് 200 പൈക്കോഫാരഡ് എന്നാണ്. ദാറ്റ് ഈസ് 1/200 പ്ലസ് 1/200. ദാറ്റ് ഈക്വൽ ടു എന്ത് കിട്ടും? 2/200 എന്ന് കിട്ടും. ദാറ്റ് ഈക്വൽ ടു 100 പൈക്കോഫാരഡ് എന്ന് കിട്ടി. കണ്ടോ, 100 പൈക്കോഫാരഡിന് കിട്ടി. ഈ 100 പൈക്കോഫാരഡ്, ഈ കിട്ടിയ 100 പൈക്കോഫാരഡ് C3 പാരലായിട്ടാണ് വന്നിരിക്കുന്നത്. ശരിയാണോ? അതായത് ഇതിൻ്റെ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് ഇത് 2/100 ആണ്. 2/100 എന്ന് പറയുന്നത് 1/C ആണ്. അങ്ങനെയാണെങ്കിൽ C എന്തായിരിക്കും? C ഈസ് ഈക്വൽ ടു 200/2 ആയിരിക്കും. 200/2 ആയിരിക്കും. അതാണ് നമുക്കിവിടെ 100 പൈക്കോഫാരഡ് എന്ന് കിട്ടുന്നത്. ഇനി ഈ 100 പൈക്കോഫാരഡ് എന്ന് പറയുന്നത് 1/2ൻ്റെ എഫക്റ്റീവ് ആണ്. ഈ C12 C3 പാരലായിട്ടാണ് വന്നിരിക്കുന്നത്. അങ്ങനെയെങ്കിൽ നമുക്കിവിടെ C12ഉം C3യുമായിട്ടുള്ള കോമ്പിനേഷൻ്റെ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യാം. നോക്കിക്കോണേ, ഇത് ക്ലിയർ ആകാത്തവർക്ക് വേണ്ടിയിട്ട് ഒന്നും കൂടി പറയുവാണേ. അതായത് ഇവിടെ C1 C2 പാരലാണ്, സീരീസിലാണ്. സീരീസിലാണെങ്കിൽ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് 1/C1 പ്ലസ് 1/C2 ആണ്. 1/200 പ്ലസ് 1/200 ആണ്. ദാറ്റ് ഈസ് 2/200 കിട്ടും. അങ്ങനെയെങ്കിൽ C എന്ന് പറയുന്നത് ഇതിൻ്റെ റെസിപ്രോക്കലാണ്. ഇതിൻ്റെ റെസിപ്രോക്കൽ എന്ന് പറയുമ്പോൾ 200/2. 200/2 എന്ന് പറയുമ്പോൾ 100 പൈക്കോഫാരഡ്. 1ൻ്റെയും 2ൻ്റെയും എഫക്റ്റീവ് കപ്പാസിറ്റൻസ് ആണ്. നമുക്ക് എന്തെന്ന് എഴുതാം? C12 എന്ന് എഴുതാം. C12 എന്ന് എഴുതാൻ പറ്റും. ക്ലിയർ ആയോ? ഇനി ഇവിടെ നമ്മൾ C12ൻ്റെയും C3യുടെയും കൂടി കോമ്പിനേഷൻ എന്താണെന്നുള്ളത് നമ്മൾ ഫൈൻഡ് ഔട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഇതിൻ്റെ കോമ്പിനേഷൻ എന്ന് പറയുന്നത് ഇത് രണ്ടും പാരലാണ്. പാരലായിട്ട് വരികയാണെങ്കിൽ നമുക്ക് C123 എന്ന് കൊടുക്കാം. പാരലൽ എന്ന് പറയുമ്പം C12 പ്ലസ് C3 ആണ് നമുക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യേണ്ടത്. C12 പ്ലസ് C3 എന്ന് പറയുമ്പം C12 100 കിട്ടി, C3യും 100 ആണ്. ദാറ്റ് ഈക്വൽ ടു 200 പൈക്കോഫാരഡ് ആണ്. ദാറ്റ് ഈക്വൽ ടു 200 പൈക്കോഫാരഡ് ആണ്. ക്ലിയർ ആയോ? 200 പൈക്കോഫാരഡ് നമുക്ക് അവിടെ കിട്ടി. ഇനി ഇവിടെ ഇത് ഇത്രയും ഇതുമായിട്ട് സീരീസിലാണ് വന്നിരിക്കുന്നത്. എന്ന് വെച്ചാൽ C123 എന്ന് പറയുന്നതും C4ഉമായിട്ടുള്ള കോമ്പിനേഷൻ എടുക്കുമ്പം ഇത് ഇത്രയും സീരീസിലാണ് വന്നിരിക്കുന്നത്. സീരീസ് എന്ന് പറയുമ്പം എഗെയിൻ C14 എന്ന് എഴുതാം അല്ലേ, ഷോർട്ടാക്കി. ദാറ്റ് ഈക്വൽ ടു 1/C123 പ്ലസ് 1/C4 ആണ്. ദാറ്റ് ഈക്വൽ ടു 1/C123 എന്ന് പറയുന്നത് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. എത്രയാ? 200 ആണ്. 1/200 പ്ലസ് 1/C4 എന്ന് പറയുന്നത് 100 ആണ്. ഇത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് 200 ഡിനോമിനേറ്ററിൽ എടുക്കാം. ന്യൂമറേറ്ററിൽ എന്ത് വരും? 1 + 2 എന്ന് വരും അല്ലേ. ദാറ്റ് ഈക്വൽ ടു 3/200 എന്ന് കിട്ടും. 3/200. ഇത് 3/200 ആണെങ്കിൽ നമുക്ക് ഇതിൻ്റെ എഫക്റ്റീവ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത്, ടോട്ടൽ എന്ന് പറയുന്നത് C14 ഈസ് ഈക്വൽ ടു 200/3. ദാറ്റ് ഈക്വൽ ടു 66.6 എന്ന് വരും അല്ലേ. അത്രയും പൈക്കോ ഫാരഡ് ആയിരിക്കും. കണ്ടു, ഇവിടെ നമ്മൾ പാരലൽ കോമ്പിനേഷനും സീരീസ് കോമ്പിനേഷനും എങ്ങനെയാണ് സോൾവ് ചെയ്യുന്നത് എന്നുള്ളത് ഒറ്റ പ്രോബ്ലം കൊണ്ട് തന്നെ നമ്മൾ പഠിച്ചു. സീരീസിലാണ് വരുന്നതെങ്കിൽ 1/C ഈക്വൽ ടു 1/C1 പ്ലസ് 1/C2 ആണ്. പാരലായിട്ടാണ് വരുന്നതെങ്കിൽ C1 പ്ലസ് C2 ആണ്. ഇവിടെ നമുക്ക് ഇത് രണ്ട് സീരീസാണ്. ഇത് മൊത്തത്തിൽ വരുമ്പോൾ ഇത് പാരലായിട്ടാണ് വരുന്നത്. ഇനി ഈ മൊത്തത്തിലുള്ളത് ഇതുമായിട്ട് സീരീസ് ആണ്. അങ്ങനെയാണ് നമ്മളിത് സോൾവ് ചെയ്യുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ
അപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻസും ചോദിക്കാറുണ്ട്. ചിലപ്പോൾ ഇതുപോലെ ഇത്തിരി വലിയൊരു ക്വസ്റ്റ്യൻ ആയിരിക്കും ചോദിക്കുന്നത്, ചിലപ്പോൾ ഏറ്റവും സിമ്പിളായിട്ടായിരിക്കും ചോദിക്കുന്നത്. വെറുതെ ഒരു 3 കപ്പാസിറ്റർ സീരീസിൽ കണക്ട് ചെയ്തിരിക്കുന്നു എന്ന് മാത്രമായിരിക്കും വരുന്നത്, അല്ലെങ്കിൽ 3 പാരലിൽ കണക്ട് ചെയ്തിരിക്കുന്നു, എന്നിട്ട് അതിൻ്റെ ക്രോസ് ആയിട്ട് വരുന്ന വോൾട്ടേജും ചാർജും കൂടി ഫൈൻഡ് ഔട്ട് ചെയ്യാനായിട്ട് ചോദിച്ചേക്കാം ചിലപ്പോൾ. ഓക്കെ, അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻ പഠിക്കുമ്പോൾ നിങ്ങൾ ഇത്രയും തിയറി ഒന്നും കൂടി ഒന്ന് തറവാക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും എല്ലാവരും എക്സാം നന്നായിട്ട് എഴുതണം. ചാപ്റ്റേഴ്സിൻ്റെ ഒത്തിരി ക്വസ്റ്റ്യൻസ് വരുന്നതും ഷോർട്ട് ഡെറിവേഷൻ വരുന്നതും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് വരുന്നതുമായിട്ടുള്ള വീഡിയോസ് ഒത്തിരി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് കമൻറ്റ് ബോക്സിൽ തന്നേക്കാം. എല്ലാം ക്വസ്റ്റ്യൻ ബേസ്ഡ് ആയിട്ട് തന്നെയാണ് വീഡിയോസ് എല്ലാം ചെയ്തിരിക്കുന്നത്. പിന്നെ ന്യൂമറിക്കൽ പ്രോബ്ലംസും ഉണ്ട്, കപ്പാസിറ്റർ ബേസ് ചെയ്ത് വരുന്ന പ്രോബ്ലംസ് ഉണ്ട്, ഓംസ് ലോ ബേസ് ചെയ്ത് വരുന്ന ഗ്രാഫിൻ്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പം കാണാൻ മറക്കല്ലേ, കണ്ടേക്കണം. അതുപോലെ തന്നെ എക്സാം നല്ലതായിട്ട് നല്ല കോൺഫിഡൻ്റ് ആയിട്ട് ധൈര്യമായിട്ട് പോയി എഴുതിക്കോ കേട്ടോ. പഠിച്ചതൊക്കെ ഓർമ്മയിൽ കിട്ടിക്കോളും, കുഴപ്പമൊന്നുമില്ല. എനിവേ ഓൾ ദി ബെസ്റ്റ്. നന്നായിട്ട് എക്സാം എഴുതുക. ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുതേ. ഓക്കെ, താങ്ക് യു.